എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ജഡ്ജിമാരെ സംബന്ധിച്ചിടത്തോളം ചില സ്വജനപക്ഷപാതങ്ങൾ, അഴിമതി, അതേപോലെ തന്നെ ഈ പണമിടപാട്, സാമ്പത്തിക ഇടപാട്, കൈക്കൂലി എന്ന് വേണം പറയാൻ. അത് എൻ്റെ ബോധ്യങ്ങളിൽ മാത്രമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എനിക്കതിന് തെളിവില്ലാത്തത് കൊണ്ട് ഞാൻ കഴിഞ്ഞ ഇതിൽ ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ അത് പറയും, പക്ഷേ ഞാൻ ആളുകളുടെ പേര് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചിലർക്ക് ചോദിക്കാം, പേടിച്ചാണോ? പേടിയില്ല. തെളിവിൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ആളുകളെ ഞാൻ പുള്ളി തൊട്ട് പറഞ്ഞേനെ. പക്ഷേ ആ തെളിവില്ലല്ലോ എനിക്ക്. എല്ലാവർക്കും അറിയാവുന്നതാണ്, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയാം. പക്ഷേ എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഈ കള്ളന്മാരുടെ വിവരം എങ്ങനെയായാലും അറിയാതെ ചെയ്യാൻ പറ്റത്തില്ല. ഈ കൈക്കൂലി വാങ്ങിക്കുന്നവന്മാരുടെ വിവരം എങ്ങനെയായാലും വെളിയിൽ വരും, പുറത്തു വരും. എല്ലാവരെയും പറയുന്നില്ലല്ലോ, വളരെ കുറച്ച് പേരുടെ പേരല്ല പറയുന്നുള്ളൂ. കാരണം എന്താ, ഇതിൽ യഥാർത്ഥത്തിൽ ഒരു 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 95% ആളുകളും ജഡ്ജസും വളരെ നേരെ ചെയ്യുന്ന ആളുകളാണ്, ജോലി ചെയ്യുന്നവരാണ്. പക്ഷേ ഈ 5% ഉണ്ടല്ലോ, അവരാണ് ഇതിൻ്റെ മുഴുവൻ മാനം കെടുത്ത് ഇവരെയെല്ലാം മുഴുവൻ മാനം കെടുത്തുന്ന അവരാണ്. ഈ സിസ്റ്റത്തിനെ മുഴുവൻ നാണിപ്പിക്കുന്നതും മാനം കെടുത്തുന്നതും അവരാണ്. ഒരു വലിയ കൈക്കൂലിക്കാരൻ എനിക്ക് പരിചയമുള്ള ഒരാളാണ് കേട്ടോ. അയാൾ ജഡ്ജിയല്ല, പക്ഷെ അയാളുടെ വീട്ടിൽ പെയിൻ്റ് അടിക്കാൻ ആളുകൾ വന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാം അവിടെ എല്ലാം ക്ലീൻ ചെയ്തു. മുറ്റം അവരൊന്ന് ക്ലീൻ ചെയ്ത് പോകാൻ നേരത്ത് ക്ലീൻ ചെയ്ത് നോക്കിയപ്പോൾ അതെയോ അവിടെ ഒരു 2 ലക്ഷം. ഇതൊരു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്, അതായത് 90-ലാണ് ഈ സംഭവം. അപ്പോൾ ഇത് അവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയാം, ഇത് നോക്കിയപ്പോൾ ഒരു 2 ലക്ഷം രൂപ ഒരു പ്ലാസ്റ്റിക് കവറിനകത്തിട്ട് ഒരു കുഴി വെച്ചിട്ടുണ്ട്, എടുത്തു. അന്നേരം ഈ പെയിൻറ്റിങ് തൊഴിലാളികൾ ഇത് മാന്തി എടുത്തിട്ട് അയ്യോ സാറേ, ഇവിടെ താണ്ട് ഒരു രൂപ ഇത്രയും കിട്ടി. അയ്യോ അതെൻ്റെ അല്ല, അത് അല്ല ഇവിടുന്ന് കിട്ടി. അയ്യോ അത് ഇവിടെ ആരും വെച്ചെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ അല്ല, എന്തായാലും എനിക്ക് വേണ്ട. അയാൾ അന്തസ്സായിട്ട് പറഞ്ഞു അയാൾക്ക് വേണ്ടെന്ന് കേട്ടോ. ബുദ്ധിമാനാണ്, കാരണം ഇല്ലെങ്കിൽ പിടുത്തം വീഴുമെന്ന് അയാൾക്ക് അറിയാം. അങ്ങനെ പോയ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അയാൾ ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ പറഞ്ഞത് കേട്ടോ, മരിച്ചു. ഇനി ഇതേപോലെ, അതായത് ഈ വലിയ കൈക്കൂലിക്കാരന്മാർ ചെയ്യുന്ന ഒരുപാട് പണികളുണ്ട് കേട്ടോ. കൈക്കൂലി കൊണ്ട് കൊടുക്കാൻ വരുന്നവർ ചിലർ കൊണ്ട് കൊടുക്കാനായിട്ട് ഒരു കേസിനകത്ത് ഒരാൾക്ക് കാശ് കൊടുക്കാനായിട്ട് ഞാൻ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞ് കേട്ടോളൂ, അറിവേ ഉള്ളൂ എനിക്ക്. അത് രസകരമായതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. 1 കോടി രൂപ കൊടുക്കാൻ അവർ തയ്യാറായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 50 ലക്ഷം രൂപയും കൊണ്ടുവന്നു. അപ്പം ഈ ജഡ്ജിക്ക് വേണ്ടി ഇത് വാങ്ങിക്കുന്ന ആളുണ്ടല്ലോ, അത് ജഡ്ജിയല്ല, വേറൊരാളാ ജഡ്ജിക്ക് വേണ്ടി, ജഡ്ജിയുടെ ഒരു ബന്ധുവാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അയാൾ ആദ്യമേ ഇതെല്ലാം കേട്ടു, കാര്യമൊക്കെ ശരിയാക്കി തരാം. അവർ 50 ലക്ഷം രൂപ കൊടുക്കാൻ കൊണ്ടുവന്നേക്കുക, അതവർ പറയുന്നില്ല. കാര്യമൊക്കെ ശരിയാക്കി തരാം. 25 ലക്ഷം രൂപ കുറഞ്ഞ ഒരൊറ്റ രൂപയ്ക്കാണെങ്കിൽ കാര്യം നടക്കത്തില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു അത് ഇത്തിരി കൂടുതലല്ലേ, അത് ഇച്ചിരി അങ്ങനെ അങ്ങ് പറഞ്ഞാൽ എങ്ങനെ നോക്കുന്നത്, ഞങ്ങൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് വന്നതല്ലേ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നൊന്ന് വില പേശി അവസാനം അവനെ ഒരു 5 ലക്ഷം രൂപ കൊടുത്തു. 20 രൂപ അതിൽ കുറഞ്ഞ് ഇനിയുള്ള അവരപ്പോഴേ സന്തോഷത്തോടുകൂടി 20 രൂപയും കൊണ്ടുപോയി അവരെ കാര്യം നടത്തി. ഇത് ഞാൻ പറഞ്ഞു കേട്ടതാണ്, അത് ശരിയാവാൻ സാധ്യതയുണ്ട്. പിന്നെ ആ കേസിൻ്റെ അപ്പീൽ വന്നു കഴിഞ്ഞപ്പോൾ അതിലെ ഡിവിഷൻ ബെഞ്ചിൽ ഇരുന്ന 2 പേര് ഒരു 2 കോടി രൂപ വീതം വാങ്ങിച്ചതായിട്ട് സംസാരമുണ്ട്. അത് എനിക്ക് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. പിന്നെ അതിനെക്കുറിച്ച് എനിക്ക് നേരിട്ട് അറിഞ്ഞുകൂടാ, ഇതിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ് ഇത്. കാരണം ഈ കൈക്കൂലി കൊടുക്കുന്നതിനും വാങ്ങിക്കുന്നതിനും ഒന്നും തെളിവ് കിട്ടത്തില്ലല്ലോ നമുക്ക്, അത്ര സീക്രസി ചെയ്യുന്ന കാര്യമല്ലേ. പക്ഷേ ഇതുപോലുള്ള കാട്ടുകള്ളന്മാരെയൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത് വെച്ചുകൊണ്ടിരിക്കാതെ പറഞ്ഞാൽ എന്ത് കഷ്ടമാണ്. ഇനി ചിലർ പറഞ്ഞാൽ അയാൾ കൈക്കൂലി ഒന്നും വാങ്ങിക്കുന്നില്ല, പക്ഷേ അയാൾ പറഞ്ഞാൽ കേൾക്കുമെന്ന് പറയും. ഒരാൾ പറഞ്ഞാൽ കേൾക്കുക എന്ന് പറയുന്നത് പോലും അഴിമതിയാണ്, വലിയ അഴിമതിയല്ലേ. മുഖം നോക്കാതെ വേണ്ടേ നടപടിയെടുക്കാൻ. അത് ആ മുഖം നോക്കാതെ നടപടിയെടുക്കുന്നതിനാണ് നീതിദേവയുടെ കണ്ണ് കെട്ടിയേക്കുന്നത്. ആ കണ്ണ് അഴിക്കണമെന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. അത് ശരിയാണ്, കണ്ണഴിച്ചാലേ ഇങ്ങനെയുള്ളവന്മാർക്ക് പൈസ വാങ്ങിക്കാൻ പറ്റുള്ളൂ, അതാണ് കാരണം. അപ്പോൾ ഏതായാലും നീതിദേവയുടെ കണ്ണ് അവിടെ കെട്ടി തന്നെ ഇരിക്കട്ടെ, അതായിരിക്കും നല്ലത്. കാരണം മുഖം നോക്കാതെ നടപടിയെടുക്കാനാണ്, അത് ആ രീതിയിലാണ് വേണ്ടത്. ആരെയും നോക്കുന്നില്ല, ഒരു പാർഷ്യാലിറ്റി ഇല്ല, ഒരു ഭാഗവും ചേരാതെ ഉള്ള നീതി നിർവഹണം നടത്തണം. അതിനുവേണ്ടി നിയമിക്കപ്പെട്ടേക്കുന്ന ജഡ്ജിമാരാണ് ഈ പണി ചെയ്തേക്കുന്നത്. ഇനി ഇതിനകത്തിപ്പോൾ ഒരു വലിയ കാര്യം നടന്നിട്ടുണ്ട് കേട്ടോ. യഥാർത്ഥത്തിൽ നല്ലൊരു കാര്യം ഇതിൽ നടന്നത്, ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജസ്റ്റിസ് HR ഖന്നയുടെ അനന്തരവനാണ്.
ഒരു നല്ല റോയൽ ബ്ലഡ് അദ്ദേഹത്തിൻ്റെ ദേഹത്തുണ്ട്. കാരണം ആ HR ഖന്ന എന്ന് പറയുന്നത് ഇന്ത്യ കണ്ടേക്കുന്ന ഏറ്റവും നല്ല ന്യായാധിപൻ എന്ന് ഞാൻ പറയുന്നത് HR ഖന്നയെ തന്നെയാണ്. അദ്ദേഹം ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ആവാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. പക്ഷേ അത് അദ്ദേഹം എടുത്ത് കളഞ്ഞു. കാരണം ഒരു വിധി ADM ജബൽപൂർ കേസിലെ ഡിസെൻഡിങ് ജഡ്ജ്മെൻ്റാണ് അതിൻ്റെ കാരണം. അത് അദ്ദേഹത്തിൻ്റെ ഭാര്യ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് എഴുതുന്നത്. അതാണ് അതിൻ്റെ നോക്കേണ്ടത്. എടുത്ത് കളഞ്ഞിട്ട് അദ്ദേഹത്തിന് ഓവർലുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് എഴുതി റിസൈൻ ചെയ്തിട്ട് വീട്ടിൽ പോയി. അപ്പോൾ അങ്ങനെയുള്ള ആളിൻ്റെ അനന്തരവനാണ്. വളരെ നീതിമാനായ ഒരു ജഡ്ജിയാണ് എന്നുള്ളത് ഇപ്പം തന്നെ ഏതാണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ആളാണ്. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം ചെയ്തതെന്താണെന്ന് അറിയാം. ജസ്റ്റിസ് VR കൃഷ്ണയുടെ ഒരു പ്രിൻസിപ്പിള് ഇപ്പോൾ അങ്ങ് കടമെടുത്തു. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പറഞ്ഞത് ഈ സൺലൈറ്റ് എന്ന് പറയുന്നത് സൺലൈറ്റ് ഈസ് ദി ബെസ്റ്റ് ഡിസിൻഫെക്റ്റൻ്റ് എന്നാണ്. അതായത് സൂര്യപ്രകാശമാണ് ഏറ്റവും നല്ല അണുനാശിനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ട്രാൻസ്പെറൻസിയെ കുറിച്ച് പറഞ്ഞതാണ്. അതിന് പറയാൻ ഇതിലും നല്ല വാചകം വേറെ കിട്ടും. അത് VR കൃഷ്ണയ്യർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതായത് ട്രാൻസ്പെറൻസി, സുതാര്യത, അതാണ് സൺലൈറ്റ് എന്ന് പറയുന്നത്. സൺലൈറ്റ് ആണ് ഏറ്റവും നല്ല അണുനാശിനി എന്ന് പറഞ്ഞാൽ സുതാര്യത ഉണ്ടെങ്കിൽ അവിടെ ഒരു സംശയം വരുന്നില്ല. ജനങ്ങളുടെ വിശ്വാസമാണ് ജുഡീഷ്യറിയുടെ കൈമുതൽ എന്ന് പറയുന്നതും ജുഡീഷ്യറി അധികാരം എന്ന് പറയുന്നതും. ജുഡീഷ്യറി പറയുന്നത് ആളുകൾ കേൾക്കുന്നത് എന്താണ്? ആളുകൾക്ക് അതിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ്. ഇതേപോലുള്ള കള്ളനാണയങ്ങളും വൃത്തികെട്ടവന്മാരും ഇതിനകത്ത് വരുമ്പോൾ ജനങ്ങൾക്ക് എങ്ങനെ ഇതിൽ വിശ്വാസം ഉണ്ടാവും? ഈ നീതി നടത്തിപ്പ് എങ്ങനെ സുതാര്യമായിട്ട് നടന്നു പോകും? അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുമ്പോൾ പോലും പാലിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അത് പറഞ്ഞാലുണ്ടല്ലോ, എത്ര പേരാണെന്നറിയോ എനിക്ക് ശത്രുക്കളായിട്ടുണ്ടായത്. ഒരുപാട് ജഡ്ജിമാർ എൻ്റെ ശത്രുക്കളാണ്. അവർ അല്ല എൻ്റെ ശത്രുക്കൾ അവരുടെ ശത്രുവാണ് ഞാൻ. എനിക്ക് ശത്രുക്കളില്ല, അവർക്ക് ഞാൻ ശത്രുവാണ്. കാരണം എന്താണെന്നറിയോ, ഞാൻ റിട്ടയർ ചെയ്യാൻ നേരത്തെ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, കേട്ട് കേൾവി പോലും ഇല്ലാത്ത കുറേ വക്കീലന്മാരുടെ പേരുമൊക്കെ എഴുതി റെഡിയാക്കി ഇവരെ എല്ലാം വീതം വെച്ചെടുത്തേക്കാണ് കൊളീജിയം. അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്തപ്പോൾ ഞാൻ ശക്തമായിട്ട് അതിനെതിരെ പ്രതികരിച്ചു. ഞാൻ പറഞ്ഞു, ഇത് വീട്ടുവകയല്ല, ഇത് വീതം വെക്കാൻ, ഇത് ചെയ്യുന്നത് ശരിയല്ല, ജനങ്ങളുടെ സ്ഥാപനമാണ്, അവിടെ ഇതുപോലെ ഈ കൊളീജിയം ഈ വൃത്തികളാണ് ഈ കാണിക്കുന്നത് മുഴുവൻ എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞു. ഏതായാലും ഞാൻ പറഞ്ഞില്ലേ, ആ ലിസ്റ്റൊക്കെ അവസാനം തിരിച്ചു വന്നു. പ്രശ്നമായി, ആകെപ്പാടെ കുഴപ്പമായി. ബാക്കി അതിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ ഞാൻ പറയുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞതോടുകൂടി എന്തെന്നറിയോ, ഒരുപാട് പേര് എന്നെ അവരുടെ ശത്രുവായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു വെച്ചിട്ടുണ്ട്. കുറേ പേര്. കാരണം അത് നല്ല ആളുകളല്ല, കള്ളന്മാരാണ് എന്നെ അങ്ങനെ കണക്കാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വേറെ ഒരുപാട് കാര്യങ്ങളുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഒരു നമ്മൾ ഒരിടത്ത് ഇരിക്കുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ PC ആക്ട്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന കേസുകളിൽ നല്ലൊരു അത് ചെയ്തുകൊണ്ടിരുന്ന ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് അത് എനിക്കായിരുന്നു പണ്ട് തന്നിരുന്നത്. അത് പെട്ടെന്ന് അപ്രപ്റ്റായിട്ട് ഇത് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് എടുത്ത് മാറ്റി കേട്ടോ, വേറെ ഒരു ജഡ്ജി കൊടുത്തു. അത് എന്നെ കൊണ്ടുവരുതാത്തതുകൊണ്ടായിരിക്കാം കേട്ടോ. അത് ഈ മാണിയുടെ കേസൊക്കെ കഴിഞ്ഞല്ലോ, അതിന് ശേഷം അത് മാറ്റി. അപ്പോൾ അത് മാറ്റി. എനിക്കധികമൊന്നുമില്ല, കാരണം എവിടെ കൊണ്ടിരുത്തിയാലും പ്രശ്നമാണ് എന്നെ, അത് എവർക്കറിയാം. അതുകൊണ്ട് ഇരുത്തിയിട്ട് വീണ്ടും ക്രിമിനൽ ജൂറിസ്ഡിക്ഷൻ ഇതല്ലാത്ത PC ആക്ടിൻ്റെ എൻ്റെ ഇത് മാറ്റി വേറൊരാളിന് കൊടുത്തു, ഒക്കെ റെഡിയാക്കി. അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ഒരു വലിയ കേസ് അവിടെ കിടപ്പുണ്ട്. അത് ഞാൻ ഷെഡ്യൂൾ ചെയ്ത് എടുക്കാൻ പോവുകയാണ്. ഷെഡ്യൂൾ ചെയ്തു, കാരണം പ്രീ ഓപ്പണിങ് കഴിഞ്ഞാൽ ഇത്രാം തീയതി മുതൽ ഈ കേസ് എടുക്കും എന്ന് പറഞ്ഞു. പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ടാണ് അത് മാറ്റാനിടയായത്. അതിനു മുമ്പ് അതിനി മാറ്റിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരാരെ പോയി കണ്ടു എന്നുള്ളതിനെ കുറിച്ചൊക്കെ എനിക്ക് ശരിയായ വിവരമുണ്ട്. അത് കഴിഞ്ഞാൽ ക്രിമിനൽ ജൂറിസ്ഡിക്ഷൻ ആയിരുന്നു. അത് പ്രശ്നമാകുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു പകുതി വെച്ച് അതിൽ നിന്ന് എൻ്റെ ജൂറിസ്ഡിക്ഷൻ എടുത്ത് മാറ്റുകയാണ്. ആ പകുതിക്ക് വെച്ച് മാറ്റാൻ കാരണം ഒരു കാര്യമുണ്ട്. കാരണം ഒരു കേസ് ഞാൻ വാദം കേട്ടു. സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ലോയറാണ് വന്നത്, അഡ്വക്കേറ്റാണ് വന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ 2 രാഷ്ട്രീയക്കാരുടെ പേരാണ് വേണ്ടിയാണ് വന്നേക്കുന്നത്. അതിന് വേണ്ടി വന്നതാണ്. സാങ്ഷൻ കൊടുക്കുന്നതിൻ്റെ പ്രശ്നമായിട്ടാണ് ബന്ധപ്പെട്ടാണ് അത് വന്ന്. ഞാനത് ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുക, അദ്ദേഹത്തിന് മനസ്സിലായി എനിക്ക് കാര്യം പിടികിട്ടി, നടക്കുകയല്ല എന്ന് പിടികിട്ടി. അപ്പോൾ എനിക്ക് ഒരു പോയിന്റ് കൂടെ ഒന്ന് ആർഗ്യ ചെയ്യാനുണ്ട്, അതിന് അടുത്ത തിങ്കളാഴ്ച വെക്കണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെന്ന് പറഞ്ഞു, വെച്ചു കൊടുത്തു. വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം തോന്നി. ഒരു കേസ് ഞാൻ യഥാർത്ഥത്തിൽ പാർട്ട് ഹെഡായിട്ട് എടുക്കാറില്ല.
പാർട്ട് ഹെഡായിട്ട് എടുത്താൽ അത് എൻ്റെ അടുത്ത് തന്നെ വരണം. ഇപ്പം ഞാൻ എന്തായാലും എനിക്ക് ഇത് തോന്നി ഇതിലെന്തോ ഇതിനകത്തൊരു ചുറ്റിക്കളിയുണ്ട്. കാരണം ആർഗ്യ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആർഗ്യ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഡിക്റ്റേഷൻ കൊടുക്കാൻ നേരത്താണ് പറഞ്ഞത് അത് ഒന്ന് മാറണം. അപ്പം ഓക്കെ യു ക്യാൻ കം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും എന്തെന്നറിയോ, ഞാൻ എൻ്റെ PS-ൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ടേക്ക് ഇറ്റ് ആസ് പാർട്ട് ഹെഡ്. അത് ആരും അറിയുന്നില്ല. എടുത്ത് അലമാരി കൊണ്ടുവച്ചേക്കാൻ പറഞ്ഞു. എൻ്റെ ചേംബറിലെ അലമാരയിൽ കൊണ്ട് പൂട്ടി വെച്ചു ഈ ഫയൽ. ഉടനെ അത് കഴിഞ്ഞ് ഞാനൊരു പ്രോഗ്രാമിന് മൂന്നാറിലാണ് ആ പ്രോഗ്രാം. ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഒരു പ്രോഗ്രാമാണ്. പിന്നെ അവിടുത്തെ കോടതിയുടെ ഒരു ഇതിൻ്റെ ഉദ്ഘാടനമുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ എനിക്ക് തൊടുപുഴ ജില്ലയുടെ ചാർജാണ്, ജുഡീഷ്യൽ ഡിസ്ട്രിക്റ്റിൻ്റെ ചാർജാണ്. അപ്പോൾ അവിടെ ഞാനും വൈഫും കൂടെ ഞാൻ അവിടെ ഹോട്ടലിൽ ചെന്നപ്പോൾ രാത്രി TV കാണുമ്പോഴാണ് കാണുന്നത് എൻ്റെ കയ്യിൽ നിന്ന് ക്രിമിനൽ ജൂറിസ്ഡിക്ഷൻ മാറ്റി. അപ്പോൾ ഇടയ്ക്ക് വെച്ച് മാറാൻ യാതൊരു കാര്യമില്ല മാറ്റേണ്ടത് കേട്ടോ, മാറി. അപ്പോൾ എനിക്ക് ചിരി വന്നു കേട്ടോ. എനിക്കറിയാം എന്തിനാ മാറ്റിയെന്ന്. കാരണം ഇതാണ് ഈ കേസ് കാരണമാണ് മാറുന്നത്. അപ്പം ഞാനൊന്നും അനങ്ങില്ല. പിറ്റേന്ന് ഞാൻ വന്നപ്പോൾ തിങ്കളാഴ്ച രാവിലെ വന്നപ്പോൾ എൻ്റെ PS പറഞ്ഞു അവിടെ ചീഫ് ജസ്റ്റിസിൻ്റെ അവിടെ നിന്ന് ചോദിച്ചിരുന്നു ഈ ഒരു കേസ് കേട്ട് കൈമാറിയില്ല, എന്താ മാറാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അത് അദ്ദേഹം പാർട്ട് ഹെഡായിട്ട് എടുത്തോ. പാർട്ട് ഹെഡായിട്ട് എടുത്തോ. ഞാനിരുന്ന് ഇയാൾ വന്നില്ല, ഈ വക്കീൽ വന്നില്ല കേട്ടോ വാദം പറയാൻ. ഡിക്റ്റേഷൻ കൊടുത്ത് റെഡിയാക്കി തള്ളി ദൂരെ കളഞ്ഞു. ഇത് ചെയ്ത് എനിക്കതിൻ്റെ വിഷമമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നടക്കുന്നത്. ഇതൊക്കെ അഴിമതിയല്ലേ, ഏറ്റവും വലിയ അഴിമതിയല്ലേ. ഈ പണം വാങ്ങുന്നതിന് അപ്പുറമുള്ള അഴിമതിയാണ് പല കാര്യങ്ങളും നടക്കുന്നത്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ലൈം ലൈറ്റിലേക്ക് വരണം. ഈ അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്ന ജുഡീഷ്യൽ ഇതിനെന്താ ഈ കൊളീജിയൻ സിസ്റ്റത്തിനകത്ത് ഇതേപോലുള്ള ഒരുപാട് തോന്നിവസങ്ങൾ നടക്കാറുണ്ട്. കൊള്ളരുതാത്ത ആളുകളെയൊക്കെ കയറ്റിവിടും കേട്ടോ. ഒരു കൊടുക്കൽ വാങ്ങലാണ്. നീ എൻ്റെ അളിയനെ പറ, ഞാൻ നിൻ്റെ അളിയനെ പറയാം എന്നുള്ളതാണ്. അപ്പോൾ രണ്ടു അളിയന്മാരെ അങ്ങ് തിരഞ്ഞെടുത്തു. ഇതുപോലെ ഇങ്ങനെ എടുക്കുകയാണ്. ഇത് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇനി അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താ? അപ്പോൾ ഇതിനെ ഒന്നും മറികടക്കാനായിട്ട് NJC കൊണ്ടുവരാനായിട്ട് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് NJAC കമ്മീഷൻ അതിൻ്റെ ഇത് വരാനിടയെ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് ഇതിനെ അപ്പുറത്തെ പരിപാടിയാണ് കാണിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ, ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് അവർക്ക് ഇഷ്ടമുള്ള ആളിനെ ഇതിനകത്തോട്ട് കയറ്റി വെക്കണം. ആ പരിപാടി വന്നപ്പോൾ ആണ് ഇത് തടസ്സം നിന്നത്. പക്ഷേ അതൊന്നും മാറാമായിരുന്നു. ഇവർ ചെയ്ത മണ്ടത്തരമുണ്ട്. അതിനകത്ത് എന്താണെന്നറിയോ, അതിനകത്തൊരു എക്സ്പെർട്ട് എന്ന് പറയുന്ന ഒരാളും കൂടെ ആകുമ്പോഴേ സർക്കാരിന് ഭൂരിപക്ഷം വരുള്ളൂ. ആ എക്സ്പെർട്ട് എന്ന് പറയുന്ന ആള് ഹീ ഷുഡ് ബി എ ജഡ്ജ്, സിറ്റിംഗ് ജഡ്ജ് എന്നാക്കിയാൽ മതിയായിരുന്നു. കാര്യം തീർന്നു. ഒരു കറ തീർന്ന ഒരു ഹൈക്കോടതി ജഡ്ജി അല്ലെങ്കിൽ ഒരു സുപ്രീം കോടതി ജഡ്ജി, യാതൊരു അലിഗേഷനും ഇല്ലാത്ത ഒരാൾ, അങ്ങനെയുള്ള ഒരാളാണ് അതിനകത്ത് എക്സ്പെർട്ടായിട്ട് വെക്കുന്നതെങ്കിൽ അങ്ങനെ മോഡിഫൈ ചെയ്ത് സുപ്രീം കോടതിക്ക് പറയാമായിരുന്നു. അതിന് പകരം ഇവർക്ക് ഈ കൊളീജിയം തന്നെ വേണം. അതുകൊണ്ട് ആ രീതിയിലേക്ക് അതങ്ങ് പോയി. അതാണ് വീണ്ടും ഈ അധപ്പതനത്തിലേക്ക് പോകുന്നത്.